മമ്മി ഞാൻ പോകുന്നേ ബൈ. എടാ ഇക്രു അവിടെ നിൽക്ക്. എന്താ മമ്മി? നീ ഇതെവിടെയാ പോകുന്നത്? ഇതെന്ത് ചോദ്യാ മമ്മി? എനിക്ക് സ്കൂളിൽ പോകണ്ടേ? ബാഗും ബുക്കൊന്നും ഇല്ലാതെയാണ് നീ സ്കൂളിൽ പോകുന്നത്? ഓ എന്റെ മമ്മിയോട് മറന്നുപോയോ? ഞാൻ പറഞ്ഞില്ലേ എനിക്ക് സ്കൂളിൽ പ്രോഗ്രാം ആണെന്ന്. ആ പറയുമ്പോൾ പ്രോഗ്രാം ആണെന്നില്ലേ? എന്നോട് മറന്നു പോയതാടാ. അല്ല നീ എങ്ങനെയാ പോകുന്നത്? ഞാൻ സ്കൂൾ ബസ്സിൽ തന്നെ. ഇന്ന് ബസ്സുണ്ടോ? ആ മമ്മി ബസ്സൊക്കെ ഉണ്ട്. ബുക്കും ബാഗൊന്നും വേണ്ട എന്നേ ഉള്ളൂ. അല്ല ഇന്ന് നിന്റെ ഏന്റിയും സ്കൂളിൽ വരുമെന്ന് പറഞ്ഞല്ലോ. ആ വരുമെന്നാ പറഞ്ഞത്. ഇനി അവിടെ വന്നിട്ട് എന്നെ നാണം കെടുത്തുമോന്ന് എന്റെ പേടി. ഒന്ന് പോടാ അവിടുന്ന്. അങ്ങനെയൊന്നും ഉണ്ടാകില്ല. അങ്ങനെയൊന്നും ഉണ്ടാകാതിരുന്നാൽ മതി. എന്നാ ബാടാ ഇക്രു നമുക്ക് പോകാം. നീ എന്താണ് ഇങ്ങനെ വായും പൊളിന്ന് നിൽക്കുന്നത്? അങ്ങ് നടക്ക്. അല്ല എവിടത്തേക്ക് നടക്കുന്നേ? സ്കൂളിലേക്ക് തന്നെ, അല്ലാണ്ട് വേറെ എവിടത്തേക്കാ? അല്ല കുഞ്ഞാമി നീ ഇപ്പോൾ തന്നെയാണോ പോകുന്നത്? അത് തന്നെ, നിങ്ങൾ ഇപ്പോൾ തന്നെയാണോ വരുന്നത്? പിന്നെ ഇപ്പോഴുള്ള പരിപാടിക്ക് ഇപ്പോഴല്ലാണ്ട് നാളെയാണോ പോകേണ്ടത്? ഓ ഏന്റി പരിപാടിയൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടേ തുടങ്ങൂ. നിങ്ങൾ ഇപ്പോഴേ വരണ്ട. ഗസ്റ്റ് ആയിട്ടല്ലേ വരുന്നത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് വന്നാൽ മതി. ഒന്ന് പോടാ അവിടുന്ന്. ഞാൻ ഇപ്പോൾ തന്നെ വരും. മമ്മി നോക്ക് മമ്മി, ഈ ഏന്റിയോട് ഇപ്പോഴേ വരണ്ട എന്ന് പറ. ഈ ഏന്റി വന്നാൽ എന്നെ നാണം കെടുത്തും. ഡാ ചെറുക്ക, ഞാൻ എന്തിനാണ് നിന്നെ നാണം കെടുത്തുന്നത്? ഞാൻ വെറുതെ കയറി വരുന്നതല്ല. എന്നെ നിന്റെ സ്കൂളിന്റെ പ്രിൻസിപ്പാൾ ക്ഷണിച്ചിട്ട് വരുന്നതാ. ഞാൻ സ്കൂളിൽ വരുന്നത് കൊണ്ട് നീ അഭിമാനിക്കേ. എന്തിനി? നിന്റെ ഏന്റി അല്ലേ സ്കൂളിൽ ആഗസ്റ്റ് ആയിട്ട് വരുന്നത്? ആഗസ്റ്റ് അല്ലേ, ഗസ്റ്റ് ആണേ. ആ അത് തന്നെ, ഗസ്റ്റ് ആയിട്ട് വരുന്നത്. കണ്ട മമ്മി, ഇതുപോലത്തെ ഓരോ മണ്ടത്തര അവിടെ വന്നിട്ട് പറയുക. അതെന്തോട് തെറ്റിപ്പോയതാടാ. അത് നീ കാര്യമാക്കണ്ട. നീ നോക്കിക്കോ, ഞാൻ ഇന്ന് സ്കൂളിൽ വന്നിട്ട് പൊളിക്കും. അവിടെയുള്ള കുട്ടികൾ നിങ്ങളുടെ നടു പൊളിക്കാതിരുന്നാൽ മതി. എന്ത്? നീ എന്തെങ്കിലും പറഞ്ഞിനാ? ഇല്ല. എന്നാൽ രമണി ഞാൻ പോകുന്ന ബൈ. മമ്മി എന്താടാ? ഏന്റി എന്നെ നാണം കെടുത്തുമോ മമ്മി? ഇല്ലടാ നീ പോട്. എനിക്ക് തോന്നുന്നത് ഞാൻ ഈ ഏന്റി കാരണം ഇന്ന് നാണം കെടുമെന്നാ. അങ്ങനെയൊന്നും ഉണ്ടാകില്ല. നീ ഓരോന്ന് പറയണ്ട, ധൈര്യമായിട്ട് പോട്. എന്നാൽ ഓക്കെ മമ്മി ഞാൻ പോകുന്നു. പോയി വാ മോനെ. വേഗം പോകാം. സ്കൂളിലത്തെ പരിപാടി ഇപ്പോൾ തുടങ്ങും. എനിക്കിങ്ങനെ നിൽക്കാനൊന്നും നേരെയില്ല. ഞാനിപ്പോൾ വലിയ ആളാ. എന്തെന്ന്? വലിയ ആളാന്ന്. അതുകൊണ്ടല്ലേ നിന്റെ സ്കൂളിലേക്ക് എന്നെ ക്ഷണിച്ചത്. അല്ല നിങ്ങൾ എങ്ങനെയാ ഈ വലിയ ആളായത്? അത് ആ കോലിയെ സാഹസികമായി രക്ഷപ്പെടുത്തിയതുകൊണ്ട്. മണ്ണാങ്കട്ടയാ. ആ കോലിയെ നായി കടിക്കാൻ നോക്കിയപ്പോൾ നിങ്ങൾ കറക്റ്റ് സമയത്ത് ആ നായിയുടെ മേത്ത് വീണു. അപ്പോൾ ആ നായി പേടിച്ചോടി. അങ്ങനെയല്ലേ ശരിക്കും സംഭവിച്ചത്? എന്നിട്ട് പറയുക സാഹസികമായി രക്ഷപ്പെടുത്തിയെന്ന്. അത് പിന്നെ നീ ഇതാരോടും പറയല്ലേ പ്ലീസ്. അധികം ഓവറാക്കിയാൽ ഞാൻ ഇതെല്ലാവരോടും പറയും, മനസ്സിലായാ? ഓ ഞാൻ ഓവറാക്കില്ലടാ. പിന്നെ ഒരു കാര്യം, എന്നെ സ്കൂളിൽ വെച്ച് നാണം കെടുത്തിയാൽ നിങ്ങൾ വിവരം അറിയും, മനസ്സിലായാ? ഞാൻ നിന്നെ നാണം കെടുത്തുകയൊന്നുമില്ലടാ. അതിനുള്ള സാധനം എന്റെ അടുത്തുണ്ട്. എന്ത്? എന്റെ അടുത്തൊരു സാധനം ഉണ്ടടാ. അതും എടുത്തിട്ടാണ് ഞാൻ സ്കൂളിൽ പോകുന്നത്. അത് ഞാൻ വെച്ചാൽ നീ ഒരിക്കലും നാണം കെടില്ല. അതെന്ത് സാധന? ഇതാ കണ്ടടാ. ഞാൻ ഈ കണ്ണടയം വെച്ചിട്ട് നിന്റെ സ്കൂളിൽ ഒരു നടത്തം അങ്ങ് നടക്കും. അപ്പോൾ നിന്റെ ഫ്രണ്ട്സ് ഒക്കെ എന്നെ ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കും. അപ്പോൾ നിനക്ക് അഭിമാനിക്കാം ഇത് നിന്റെ ഏന്റിയാണെന്ന് പറഞ്ഞിട്ട്. എന്റെ ഏന്റി. ആ അങ്ങനെ തന്നെ പറഞ്ഞോ, എന്റെ ഏന്റീന്ന്. അപ്പോൾ നിന്റെ ഫ്രണ്ട്സിനൊക്കെ മനസ്സിലാകും ഇത് നിന്റെ ഏന്റിയാണെന്ന്. ഓ ഞാനിങ്ങനെ കണ്ണട വെച്ചൊക്കെ പോകുമ്പോൾ നീ പാട്ടൊക്കെ പാടുന്നുണ്ടോ? അതിന്റെ ഒന്നും ആവശ്യമില്ലടാ. ഞാൻ ഈ കണ്ണട മാറ്റി വെച്ചു. ഇനി സ്കൂളിൽ നിന്നേ ഇടുന്നുള്ളൂ. വേഗം വാ, ഇപ്പോൾ ബസ് വരും. ഈ പെണ്ണുങ്ങൾ എന്നെ നാറ്റിച്ച് കൊല്ലും. വേഗം വാന്നൊക്കെ പറഞ്ഞ് ഇവരിത് എവിടത്തേക്കാ പോകുന്നത്? ഇവരെ ആ ബസ്സിൽ കയറ്റില്ലല്ലോ. കുട്ടികളെ മാത്രമല്ലേ സ്കൂൾ ബസ്സിൽ കയറ്റൂ. ഇനിയിപ്പോൾ എന്തൊക്കെയാ ഇവർ കാണിക്കുക? അവിടെ നിൽക്ക്.